മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. റൂമിലേക്ക് കയറിയതും തലക്ക് മീതെ പൊട്ടി വീണ പാർട്ടി പേപ്പർ കാണാൻ അന്താളിച്ചിരുന്ന അരുണിനെ എല്ലാവരും കൂടി വട്ടമിട്ട് വളഞ്ഞുകൊണ്ട് വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ. മുന്നോട്ട് വന്ന് ആഞ്ഞു പുണർന്നുകൊണ്ട് അമ്മ പറയവേ അരുൺ അമ്മയെ തിരിച്ചു പുണർന്ന് മുന്നിൽ നിന്ന് പരസ്പരം പിറുപിറുക്കുന്ന അഞ്ജുവിനെയും ലച്ചുവിനെയും നോക്കി. രണ്ടും കാര്യമായി എന്തോ പറഞ്ഞുകൊണ്ടുള്ള ചിരിയാണ്. ശേഷം പപ്പ വിഷ് ചെയ്ത് അടുത്തതായി ലച്ചു വന്ന് അരുണിനെ കൈപിടിച്ച് ആട്ടിക്കൊണ്ട് വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ. അരുണിൻ്റെ കവിളിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് ലച്ചു പറയവേ അരുൺ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പേടിച്ചു പോയോ? കൈമടക്കൊന്ന് തന്നാലുണ്ടല്ലോ. അരുൺ കണ്ണുരുട്ട് ലച്ച് അഞ്ജുവിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് ഇളിച്ചു. അരുൺ കണ്ണുരുട്ടും പോലെ അഞ്ജുവിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞ് തല മാത്രം പുറത്തേക്കിട്ട് ഇളിച്ചു കാട്ടി. അവളെ ഒന്നും പറയണ്ടടാ, ഞങ്ങൾക്ക് വേണ്ടി അവൾ ഇത് ചെയ്തത്. നാളെ ഞങ്ങൾ ഒത്തിരി ബിസിയാണ്. പപ്പ പറയുന്നത് കേട്ട് അരുൺ ലച്ചുവിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് ചെന്നു. പപ്പ, ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല ഞാനെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്നാണോ നിങ്ങളെ വിചാരം? അരുൺ ചോദിച്ചത് അവരോടാണെങ്കിലും ഇങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ട് സർപ്രൈസ് കൊടുത്തത് അരുൺ ഇഷ്ടമായിട്ടില്ലെന്ന് അഞ്ജുവിന് മനസ്സിലായി. അതൊക്കെ പോട്ടെ, മക്കൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൂടെ കൂടി. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട. മോളെ അഞ്ജു, കേക്ക് ഇങ്ങെടുത്തോ. മമ്മ പറയേ അഞ്ജു അരുണിനെ ഒന്ന് നോക്കി വേഗം കേക്ക് എടുക്കാൻ തിരിഞ്ഞു. തലയിലെ പേപ്പർ കഷ്ണങ്ങളൊക്കെ പൊറുക്കി ലച്ചുവിൻ്റെ മേലേക്കിട്ട് അരുൺ മമ്മ അടങ്ങി നിൽക്കാൻ കാണിക്കുന്നത് കണ്ട് കണ്ണ് ചിമ്മി കാണിക്കേ പെട്ടെന്നാണ് അരുൺ അത് കണ്ടത്. കേക്ക് കയ്യിലെടുത്ത് തിരിഞ്ഞ് അഞ്ജു ചുമരിലേക്ക് ചേർന്ന് നിന്നത്. ആദ്യം അരുൺ നോക്കി നിന്നെങ്കിലും അടുത്തതായി കയ്യിലെ കേക്കിട്ട് പിന്നിലേക്ക് മറിഞ്ഞവളെ കണ്ട അരുൺ അങ്ങോട്ടേക്ക് ഓടുകയായിരുന്നു. അയ്യോ മോളെ അഞ്ജു! വീയുമിന്നെ കയ്യിലേക്ക് ചേർത്ത് വാരി പിടിച്ചവളെ അരുൺ എടുത്തുയർത്തി വിളിക്കേ. അതുവരെ സന്തോഷം കൊണ്ട് നിറഞ്ഞവരുടെ എല്ലാവരുടെയും മുഖം കെട്ടുപോയി. അഞ്ജു! അഞ്ജു വിളിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ലെന്ന് കാണേ വെച്ച് കരച്ചിൽ തുടങ്ങി. പപ്പ ഫോണും കൊണ്ട് ഡോക്ടറെ വിളിക്കാൻ ഓടി. മമ്മ അരുണിൻ്റെ പിന്നാലെ റൂമിലേക്ക് ഓടുമ്പോൾ നമുക്ക് എന്തെല്ലാമോ പ്രതീക്ഷകൾ വിരിയുന്നുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത റൂം ക്ലീൻ ചെയ്ത് ഇറങ്ങി പോകുന്നവരെ നോക്കി ലച്ച് രണ്ടും കണ്ണ് അമർത്തി തുറച്ചു. അരുണിൻ്റെ റൂമിലിപ്പം അഞ്ജു ഡോക്ടറാണ് ഉള്ളത്. രാത്രിയേറ്റും പപ്പയുടെ ക്ലോസ് ഫ്രണ്ടായ ആയിഷാബി ഡോക്ടറാണ് വന്നത്. അരുണിനോട് മമ്മ മാറി നിന്ന് എന്തെല്ലാമോ ചോദിക്കുന്നതും മമ്മ ചിരിക്കുന്നതൊക്കെ ലച്ച് കണ്ടിരുന്നു. അഞ്ജു പ്രഗ്നൻ്റ് ആയിരിക്കുമോ? അതായിരിക്കുമോ അങ്ങനെ? ലച്ചു ഒരു നിമിഷം ചിന്തിച്ചു പോയി. പിന്നെ എന്തൊക്കെയോ. രാത്രി 1 മണിക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഫോണിലൂടെ പിറുപിറുക്കുകയാണ് രണ്ടും കൂടെ. ദേ പെണ്ണേ, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇത് തന്നെ പറയുന്നത്? എനിക്ക് ഉറക്കം വന്നിട്ടില്ലേ? എൻ്റെ ഉറക്കം കളഞ്ഞിട്ടേ അങ്ങനെ ഒന്നിപ്പോൾ ഉറങ്ങണ്ട. ഷെടാ, ഒരു റീൽസ് അയച്ചതിനാണോ? വെറും റീൽസാണോ അത്? മനുഷ്യനെ കൊതിപ്പിച്ചിട്ട്. അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട പ്ലാനിങ് എല്ലാം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ദേ റാഷിക്ക. എന്തേ ചക്കരെ? അയ്യോ തേനരിക്കുന്നു. ബ്ലാ, നീ എങ്ങനെ ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാഴ്ചയായി പോയത് ജുബി? അത് നിങ്ങളെ മറ്റവള്. അതെന്നെ പറഞ്ഞത്. ജുബി പല്ല് കടിച്ച് ഫോണിലേക്ക് നോക്കി. സമയം 1 മണിയെന്ന് കണ്ടതും ജുബിയുടെ കിളി പാറി. എനിക്കും ഉറക്കം വരുന്നു. ഇക്ക് ഉറക്കി തരട്ടെ? സത്യം പറഞ്ഞ മനുഷ്യ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ദുരുദ്ദേശം മാത്രം. ഇനി അത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തഞ്ചു പോയിക്കോ. നോക്കി നിന്ന് കിട്ടിയത് തന്നെ. അപ്പം ശരി, ഇപ്പം നീ വെച്ച നാളെ നേരിട്ട് കാണുമ്പം പൊന്നു മോള് ജുബീനെ. എന്തോ എന്തെങ്കിലും പറഞ്ഞോ? ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഇനി മേലെ രാത്രി അങ്ങനെ ഒന്നും അയക്കില്ലെന്ന്. അങ്ങനെ വഴിക്ക് വാ. ഇത് കേൾക്കാനാണ് ഞാൻ ഇത്ര നേരം നിന്നത്. എന്നാൽ പോയി ഉറങ്ങിക്കട്ടോ, നാളെ കാണാം. ജുബി ചുണ്ടുകൊട്ടി പുച്ഛിച്ചതും എന്ത് മനസ്സിലായ പോലെ റാഷി അപ്പുറത്തുനിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും വൈകാതെ തന്നെ ഞാൻ മാറ്റി തരുന്നുണ്ട്. എന്നിട്ട് ആലോചിക്കാം ബാക്കി പ്ലാൻ. മനസ്സിലായോ? എന്നാൽ എൻ്റെ പെണ്ണ് പോയി ഉറങ്ങാൻ നോക്ക്. അത് കേൾക്കെ ജുബിയുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു പോയി. അല്ലെങ്കിലും ഇങ്ങനെയാണ്, വെറുതെ വഴക്കിട്ടാലും തെറ്റ് എൻ്റെ ഭാഗത്തായാലും അത് തിരുത്താതെ വേറെന്തെങ്കിലും കുരുട്ടുബുദ്ധി വെച്ച് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നോട് തന്നെ പറയിപ്പിക്കും. എന്തൊക്കെയായാലും എന്നും എന്തിനും കൂടെ ഉണ്ടാകും. ലവ് യു റാഷിക്ക. ഒന്നും മിണ്ടാതെ എൻ്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാൻ നിന്ന ആളോട് അത് പറയുമ്പോൾ ആളവിടെ ചിരിക്കുന്നത് എനിക്കിവിടെ കേൾക്കാമായിരുന്നു. ലവ് യു ടു, ബൈ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കെ ജുബി മുഖം പൊത്തി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് മുഖം പൊയ്ത്ത് കിടന്നു. മനസ്സിൽ റാഷിയുടെ 1000 ഓർമ്മകളും നല്ല നല്ല നിമിഷങ്ങളും ഓർത്ത് ജുബി അങ്ങനെ കിടന്നു. പ്രണയം അങ്ങനെയാണ്. അത് ചിലരെ അന്ധരാക്കും, ചിലരെ ബോധവാന്മാരാക്കും, എന്നാൽ ചിലരെ ഭ്രാന്തരുമാക്കും. ജുബിക്ക് റാഷി എന്നാൽ വെറുമൊരു പ്രണയം മാത്രമല്ല, ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്ന, തെറ്റിനെന്ന് ചൂണ്ടി നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്ത് കൂടിയാണ്. ഇരുവരും കണ്ണടച്ച് കിടക്കുമ്പോൾ അവരുടെ ഓരോ തല്ലും കുറുമ്പും സംസാരമൂർത്ത് ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രേസി ലവ്.
5 മണിയായതും പാർട്ടിക്ക് ഓരോരുത്തർ എത്തിത്തുടങ്ങി. കറുപ്പിൽ ചുവന്ന ത്രെഡ് വരുന്ന സിമ്പിൾ സാരിയായിരുന്നു അഞ്ജുവിൻ്റെ വേഷം. ലച്ചുവിന് ജുബി വന്ന് ആദ്യമേ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് അരുണിനെ കൊണ്ട് അഞ്ജു ഇറങ്ങുമ്പോൾ എല്ലാം അല്പം വൈകിയിരുന്നു. കാറിലിരിക്കുമ്പോൾ അരുണിനെ പോലെ തന്നെ അഞ്ജുവിൻ്റെ മുഖത്തും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അരുൺ അഞ്ജുവിനോട് എങ്ങോട്ടൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അഞ്ജു സമ്മതിച്ചിരുന്നില്ല. അവസാനം എന്തോ അവൾ പ്ലാൻ ചെയ്തിട്ടെന്ന് തന്നെ മനസ്സിലായ അരുൺ എതിർക്കാതെ കൂടെ ഇറങ്ങി. അവർ രണ്ടുപേരും അവിടെ എത്തിയപ്പോഴേക്കും ലച്ചു എല്ലാവരുടെ സന്തോഷ വാർത്ത പറഞ്ഞ് കഴിഞ്ഞിരുന്നു. അളിയ അകത്തേക്ക് കയറി അരുണ് 4 ഭാഗത്തു നിന്ന് ആദ്യം രാശിയും അമനും ചിരിയും ചേർന്ന് പുണർന്നു. ഡബിൾ ഹാപ്പി ബർത്ത്ഡേ അളിയ പറഞ്ഞിട്ട് രാശിയും ബാക്കിയുള്ളവരും കൂടെ കൺഗ്രാറ്റ്സ് ചെയ്യുമ്പോൾ അടുത്തുള്ള അഞ്ജുവിനെ അരുൺ കണ്ണു നിറച്ച് നോക്കി നിന്ന് പോയി. ശേഷം അരുൺ ചുണ്ടുകൊണ്ട് താങ്ക് യു എന്ന് പറയേ അഞ്ജു കണ്ണ് ചിമ്മി ചിരിച്ചു പോയി. അകത്ത് ലച്ചുവിൻ്റെ കൂടെ നിന്ന് ഗേൾസ് എല്ലാവരും അഞ്ജു വന്നെന്ന് അറിഞ്ഞിട്ട് പുറത്തേക്ക് ഓടി. അവൾ വരുന്നത് കാണാൻ അരുൺ അവന്മാരെയൊക്കെ മാറ്റി അഞ്ജുവിനെ പൊതിഞ്ഞു പിടിച്ചു. കൂടിളകി വരുന്ന കൊടന്നൽ കൂട്ടങ്ങളൊക്കെ കൂടെ വരുന്ന പിന്നിൽ സ്റ്റെക്കായി നിൽക്കേ അഞ്ജു അരുണേട്ടനെ വിളിച്ചു പോയി. വിഷയം എന്നതൊക്കെ കൊള്ളാം, എൻ്റെ കൊച്ചിനെ ശ്രദ്ധിച്ചോണം. അരുണേട്ടാ പറഞ്ഞിട്ട് നെഞ്ചുകിള്ളി പിടിച്ചവളെ അരുൺ മീശ കാട്ടിക്കിടിച്ച് ചിരിയോട് ചിരി. എൻ്റെ കുഞ്ഞുപെണ്ണെ അധികം ഇളകി മറിയണ്ടെന്നാ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൊച്ചുണ്ടെന്ന് ഓർത്താൽ മതി. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പറഞ്ഞിട്ട് അരുൺ അകത്തേക്ക് പോകെ പൊടി വന്ന് അഞ്ജുവിനെ ചുറ്റി പിടിച്ചു. അഞ്ജു ഡി എന്തോ ദിയയും ഷിഫയൊക്കെ വന്ന് അവളെ വിഷയെ അഞ്ജു ദൂരെ നിന്ന് കണ്ണു തുറക്കുന്ന ജുബിയും പൊടിയും ഒക്കെ നോക്കി. ഡോക്ടർ തന്നോട് പീരിയഡ്സ് ഡേറ്റ് ചോദിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത് പോലും. വൈകാതെ തന്നെ ഡോക്ടർ തന്നോട് ആ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിരുന്നു. പിന്നെ മമ്മയും പപ്പും ലച്ചും തന്നെ പൊതികയായിരുന്നു. എന്തൊക്കെയാണ് അവൾ കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് പാർട്ടി വെച്ചാലോ എന്നൊക്കെ ആയി ചർച്ച. അവസാനം 2 മണിയോളായി അവരൊന്ന് അരുണേട്ടൻ പറഞ്ഞേക്കുമ്പോൾ ആദ്യം തന്നെ അടുത്തേക്ക് വന്ന കരച്ചിലായിരുന്നു. എന്തോ മുഖം പൊത്തിയുള്ള കലിപ്പിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ചിരിക്കാനാണ് വന്നത്. ഉറക്കം കളയണ്ടെന്ന് ഓർമ്മിപ്പിച്ച് അവർ പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരുണേട്ട് നെഞ്ചു ചേർന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ എണീറ്റപ്പോഴേക്കും മമ്മയും പപ്പയും പോയിട്ടുണ്ട്. വിവരം പറഞ്ഞ് വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും ഏട്ടനും വന്നപ്പോഴേക്കും അമ്മണിയമ്മക്ക് കൂടെ തന്നെ നോക്കാനെന്നും പറഞ്ഞിട്ട് പപ്പ പുതിയൊരു ചേച്ചിയുമൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവരൊക്കെ വന്ന് ആകെ കൂടെ എന്തോ ചിരിയും കരച്ചിലൊക്കെ വരുന്ന അവസ്ഥയായിരുന്നു. അമ്മക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്നായപ്പോൾ അവിടെ ഇപ്പം ആയില്ലെന്നും 2 പേരും കൂടെ നോക്കേണ്ടി വരില്ലെന്നും തുടങ്ങി അരുണേട്ടൻ തന്നെ വിട്ടുതരില്ലെന്ന് പറയാതെ പറഞ്ഞപ്പോൾ പിന്നെ അവരും ഒന്നും പറഞ്ഞില്ല. 3 മണിയോളം ആയിട്ടുണ്ട് അവർ തിരിച്ചു പോകുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മയുടെയും പപ്പയുടെയും എത്രയോ ഫോൺ കോൾസ് തന്നെ തേടിയെത്തിയിരുന്നു. വൈകിട്ട് പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും സമ്മതിക്കില്ലെന്ന് അരുണേട്ടൻ പറഞ്ഞപ്പോൾ ഒരു വിധത്തിലാണ് സമ്മതിച്ചെടുത്തത്. എല്ലാവരും അറിഞ്ഞു. ഇനി അറിയാത്തത് ഇവരൊക്കെ ഉള്ളൂ. അത് വൈകിട്ട് പറയാലോ എന്നായിരുന്നു. ലച്ച് പറഞ്ഞത് കാണുമെന്ന് അറിയാമായിരുന്നു. കാരണം ഇതറിഞ്ഞത് മുതൽ അവൾ നിലത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം അറിഞ്ഞിട്ട് അവരുടെ ആ നൃത്തം കാണുമ്പോൾ എന്തുവാടെ നോക്കി നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും വരില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നൊന്ന് കെട്ടിപ്പിടിച്ചോ. അയ്യ ഇവൾക്ക് എന്ത് പറ്റിയതാ ഇങ്ങനെ നിന്ന് മോങ്ങൻ പറഞ്ഞിട്ട് അഞ്ജു മുന്നോട്ട് ചെന്ന് ജുബിയുടെ കൈക്കടിക്കെ ജുബി അതേ കരുത്തിലൂടെ അഞ്ജുവിനെ പൊതിഞ്ഞു പിടിച്ചു. കൂട്ടത്തിൽ ആദ്യം ഗോളടിക്കാമെന്ന് പറഞ്ഞ് നടന്നിട്ടേ നടത്താൻ കഴിയാത്തതിന് കരച്ചിലാകും. അതേടി അത് തന്നെയാ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് വേഗം കല്യാണം കഴിച്ചിട്ട് ട്രൈ ചെയ്യാൻ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെയൊക്കെ പിള്ളേരെ ഏട്ടനോ ചേച്ചിയല്ലേ ഈ കിടക്കുന്നത്. അഞ്ജുവിൻ്റെ വിരലേക്ക് ചൂണ്ടി ജുബി ചിരിയോടെ പറയേ ലച്ചു ഒന്ന് ചുമച്ചു പോയി. ചിലപ്പം 2 ഒറ്റയടിക്ക് കിട്ടാൻ ചാൻസ് കാണുന്നുണ്ട്. ഡേ സത്യമാണോ? അതിനൊക്കെ അതറിയാൻ വയ്യോ? ഇല്ല മോളെ ഇവളത് ചുമ്മാ ഞാനെൻ്റെ ഒരാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ആൻറ്റിയുടെ ചക്കര ഇതൊക്കെ കേട്ട അവിടെ ഇരി. എന്നാൽ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ പൊടി. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങുവാ. വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പോയി അരുൺ സാറിന് വീട്ടിൽ വരാം. ഞാനും വരാം. എന്നാൽ ഞാനും വരാം. അവിടെ കേക്ക് എന്തായോ ആവോ? അങ്ങനെ പറ, അല്ലാതെ നീ ആരെയും കാണാൻ പോകുന്നതല്ലല്ലോ അല്ലേ? എല്ലാവരും കൂടെ എനിക്കിട്ട് കൊട്ടണ്ട. നിങ്ങളൊക്കെ കണ്ടോ? നിങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിലാകും ഞാൻ ഒളിച്ചോടുന്നത്. എങ്ങോട്ട്? എൻ്റെ ഏട്ടനിട്ട് ആരുടെയും കൂടെ പോയ ബാബി. അയ്യടി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ? ഞാൻ പോകുന്നുണ്ടെങ്കിലേ അങ്ങനെയും കൊണ്ടേ പോകൂ. പിന്നെ ആരുടെ കൂടെ ഒളിച്ചോടുന്ന കാര്യമാണാവോ പൊന്നുമോൾ പറഞ്ഞത്? വേറെ ആരുടെ കൂടെ പോകാൻ? ഞാൻ എൻ്റെ ഇക്കയും. അതെന്തിനാ ബാബി? നിങ്ങളെ കല്യാണമല്ലേ ഞങ്ങൾ ഉറപ്പിച്ചത്? അതങ്ങനെ നീട്ടിക്കൊണ്ട് പോലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പടച്ചോനെ എൻ്റെ കാക്കൂനെ മാത്രം കാത്തോളണേ. കേട്ടതെല്ലാവരും ജുബിയെ കളിയാക്കി ചിരിച്ചതും അവസാനം ജുബിയും ചിരിച്ചു പോയി. ഷിഫയ്ക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടും ഒട്ടും വൈകിപ്പിക്കാതെ അരുൺ അഞ്ജുനെയും കൂട്ടി കേക്ക് കട്ട് ചെയ്തു. വൈകിയാൽ പ്രശ്നമാകുന്നുള്ളത് കൊണ്ട് അവൾക്കുള്ള ഫുഡ് കൊടുത്ത് ഷിഫയുമായി കൊണ്ടുപോയി. ബാക്കി എല്ലാവരും അരുണിന് ഓരോ ഗിഫ്റ്റ് കൊടുത്ത് ഫുഡ് കഴിച്ച് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പം 8 മണിയോളം ആയിട്ടുണ്ട്. അരുൺ അഞ്ജുവിനെയും ലച്ചുവിനെയും കൂട്ടി വീട്ടിലെത്തിയപ്പം 9 മണി. റൂമിലേക്ക് കയറി ഡോറടിച്ചതും അകത്തേക്ക് പോകാൻ നിന്നവളെ അരുൺ ഒറ്റ വലിക്ക് നെഞ്ചത്തേക്കിട്ടു.
അഞ്ച് കണ്ണുമിഴിച്ച് അരുണിനെ നോക്കി അവൾ കണ്ടു ആ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം. അഞ്ജുവേ. ആർദ്രമായ ശബ്ദം കാതിൽ തട്ടി ഹൃദയം ആവാഹിച്ചെടുക്കേണ്ട താമസം. അഞ്ജുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അതോടൊപ്പം ഒന്ന് മൂളിക്കൊണ്ട് അരുണിൻ്റെ തോളിലായി കൈ അമർത്തെ നനത്തൊരു മുത്തം കവിളിൽ കെട്ടി കഴിഞ്ഞിരുന്നു. ഞാൻ ഇന്ന് എത്ര ഹാപ്പിയാണെന്ന് അറിയൂ നിനക്ക്. മുഖം കൈക്കുമ്പിളിലാക്കി കോരിയെടുത്ത് ആ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ചോദിക്കുമ്പം അരുണിനെ പോലെ തന്നെ അഞ്ജുവിൻ്റെ മൊഴിയും നിറഞ്ഞിട്ടുണ്ട്. മിഴികൾ മൊഴിയുന്ന കാര്യം എന്താണെന്ന് അറിയും പോലെ അത്രമേ ശ്വാസം അകലെ ബോധിച്ചെന്നാകെ അഞ്ജുവിൻ്റെ മൃദുലമായ അതരം അവൻ്റേതാക്കി കഴിഞ്ഞിരുന്നു. കൂമ്പിയടഞ്ഞു പോയ കണ്ണുകൾ പതിയെ തുറന്ന് അഞ്ജു അരുണിനെ നോക്കാതെ ചെറുചിരിയോടെ അതിനെ നുണയുന്നവനെ, തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ, തൻ്റെ വയറ്റിൽ തുടിക്കുന്ന ജീവൻ്റെ പാതിയെ, അതിൻ്റെ അവകാശിയെ. അതെ, ഞാനൊരമ്മയാവാൻ അരുണേട്ടനൊരു അച്ഛനാവാൻ പോവുകയാണ്. ഓർക്കുമ്പോൾ തന്നെ അഞ്ജുവിൻ്റെ ദേഹമാസകലം കുളിര് കോരുന്ന പോലെ തോന്നി. പതിയെ ഒട്ടുമേ വേദനിപ്പിക്കാതെ ലാളനയുടെ അരുൺ അഞ്ജുവിനെ ചുംബിക്കവേ അവൻ്റെ മനസ്സിലും കടന്നു പോകുന്നത് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു അനുഭവങ്ങളായിരുന്നു. എല്ലാം മാറി മറിയാൻ പോകുന്നത് പോലെ. ഇതുവരെ താനൊരു മകനും അവളുടെ ഭർത്താവുമായിരുന്നു. എന്നാൽ ഇപ്പം ഒരു ജീവൻ, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ സൂചകമായി ജനിക്കാൻ പോകുന്ന ഒരു ജീവൻ്റെ അവകാശം കൂടിയാണ്. അകന്നുകൊണ്ട് അത്രമേ പ്രണയത്തോടെ അരുൺ അഞ്ജുവിനെ വാരിപ്പുണരെ ചെറുചിരിയോടെ അഞ്ജുവിൻ്റെ കൈകൾ അരുണിലൂടെ അലയുന്നുണ്ടായിരുന്നു. ഇത്രയും മതി, സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ മതി. ഇതിൽ കൂടുതലൊന്നും ഒരു ഭാര്യയും ഈ സമയത്ത് ആഗ്രഹിക്കില്ല. കണ്ണ് മടച്ച നെഞ്ചോട് ചേർന്ന് നിൽക്കെ എല്ലാ സന്തോഷവും ദൈവം ഒരുമിച്ച് തന്നതുപോലെയാണ് അഞ്ജുവിന് തോന്നിയത്. ഇത്രയേറെ കാലം അനുഭവിച്ചതിനെല്ലാം സഹിച്ചും ക്ഷമിച്ചു നിന്നതിന് പകരമായി ദൈവം തമ്പുരാൻ തന്ന സമ്മാനമാണിത്. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അഞ്ജുവിനിഷ്ടം. തുടരും. ബാക്കി എന്താണെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. മിസൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.